ഹലോ ഹായ് ടെക് വേർഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. മച്ചാന്മാരെ, ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഒരു മെക്കാനിക്കൽ റിലേ അല്ലെങ്കിൽ ഹെഡ് ലാമ്പ് റിലേ എങ്ങനെ കണക്ട് ചെയ്യാം എന്ന് പറഞ്ഞുതരാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഈസി കണക്ഷനാണ്, അപ്പം വീഡിയോ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ഒരു 12 വോൾട്ടിൻ്റെ മെക്കാനിക്കൽ റിലേ ആണ് എടുത്തേക്കുന്നത്, അതായത് ഡ്യുവൽ ഹെഡ് ലാമ്പ് റിലേ. ഇതിൻ്റെ കണക്ഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ്. അതായത് നമ്മളെ ഈ റിലേയുടെ ഇത് കണ്ടോ, മുകൾ ഭാഗത്തെല്ലാം തടിച്ച വയറുകളാണ്, താഴ്ഭാഗത്തെല്ലാം കനം കുറഞ്ഞ വയറുകളാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ കണക്ട് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ സെൻറ്ററിലെ ഗ്രേ കളർ വയർ കണ്ടോ, ഈ ഗ്രേ കളർ വയറിൽ ബാറ്ററീൻ്റെ പോസിറ്റീവ് കൊടുക്കുക. ഈ ഗ്രേ, അതായത് ഈ ഗ്രേ കളർ വയറിൽ, ഇത് സെൻറ്ററിലെ മേൽഭാഗത്തെ വയറിൽ നമ്മൾ ബാറ്ററീൻ്റെ പോസിറ്റീവ്, അതിൻ്റെ നേരെ അടിയിലുള്ള ഈ ബ്ലാക്ക് വയർ ഉണ്ടോ, അതിനകത്ത് ബാറ്ററിയുടെ നെഗറ്റീവ് കൊണ്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബാറ്ററി കണക്ഷൻ കഴിയും. ഇനി എന്നാണെന്ന് വെച്ചാൽ ഈ നീല വയറുണ്ടോ തടിച്ചത്, ഇതിനകത്ത് നമ്മൾ കൊടുക്കേണ്ടത് ഇപ്പം എൻജിൻ സ്റ്റാർട്ട് ചെയ്യാനാണെങ്കിൽ, അതായത് നമ്മുടെ കീയിൽ നിന്നാണെങ്കിലും നമ്മുടെ ഇപ്പം കൺട്രോളറാണെങ്കിലും നമ്മുടെ നമ്മുടെ സ്റ്റാർട്ടിംഗ് മോഡിലോട്ട് പോകുന്ന ഒരു വയറുണ്ടല്ലോ, അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്, അതിൻ്റെ കണക്ഷനാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇതിൻ്റെ തൊട്ട് താഴെയുള്ള റെഡ് വയറുണ്ട്, അതായത് ഈ നീലേൻ്റെ തൊട്ട് താഴെയുള്ള റെഡ് വയറിൽ നമ്മുടെ സ്റ്റാർട്ടിംഗ് പൾസ്, അതായത് കൺട്രോളറാണെങ്കിൽ നമ്മൾ ഒരു സ്റ്റാർട്ടിംഗ് പൾസ് കൊടുക്കും. ഇപ്പോൾ കീ തിരിക്കുക എന്നുള്ളൊരു പൾസ് വരുമ്പം അത് ഇവിടെ കൊണ്ട് കൊടുക്കണം. ഇനി അതുപോലെ തന്നെ ഇതിനകത്ത് തന്നെ നമുക്ക് സ്റ്റോപ്പും കൊടുക്കാം. സ്റ്റോപ്പിലോട്ട് പോകുന്ന സ്റ്റോപ്പ് സോളിലോട്ട് പോകുന്ന വയർ നമ്മൾ ഇവിടെ കണക്ട് ചെയ്യുക, അതായത് അതിൻ്റെ അടിയിൽ നമ്മൾ സ്റ്റോപ്പിംഗ് പൾസും കൊണ്ട് കൊടുക്കുക. അതായത് നമ്മൾ കീ ഓഫ് ചെയ്യുമ്പോൾ ഒരു പൾസ് ഇല്ല, അത് ഈ പൾസ് ഇവിടെ കൊണ്ട് കൊടുക്കുക. എന്നിട്ട് ഈ സോളിനോയിഡിലോട്ട് പോകുന്ന വയർ ഇതിനകത്ത് കണക്ട് ചെയ്യുക. അപ്പം ഇത്ര ഉള്ളൂ നമ്മുടെ ഡ്യുവൽ ഹെഡ് ലാമ്പ് റിലേ കണക്ട് ചെയ്യുന്ന വിധം. ഇത് നമുക്ക് ഒരു ഡയഗ്രാം വരച്ച് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് എന്ന്. മച്ചാന്മാരെ, അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച റിലേ ആണ് ഇത്. അപ്പം റിലേൻ്റെ ഇത് നമ്മുടെ ബാറ്ററി, ഇത് ബാറ്ററി എന്നുള്ള പോസിറ്റീവ് സപ്ലൈ നമ്മൾ റിലേൻ്റെ നടുക്ക് ഇവിടെ കൊണ്ട് കൊടുക്കുന്നു. ഇനി ബാറ്ററി നെഗറ്റീവ്, ബാറ്ററി നമ്മൾ എടുത്തിട്ട് നേരെ നമ്മൾ സെൻറ്ററിൽ റിലേൻ്റെ അടുക്കത്തെ താഴത്തെ വയറിൽ, ഇനി നമ്മൾ കീ സ്വിച്ചിൽ നിന്ന് ഒരു സ്റ്റാർട്ടിംഗ് പൾസ്, കീ തിരിക്കുമ്പോൾ ഒരു സ്റ്റാർട്ടിംഗ് പൾസ് വരുന്നില്ല, ആ സ്റ്റാർട്ടിംഗ് പൾസിന് നമ്മൾ നേരെ കൊണ്ടുകൊണ്ടിതാ റിലേൻ്റെ അറ്റത്തുള്ള ഈ വയറിൽ കൊടുക്കുന്നു. എന്നിട്ട് ഇതിൻ്റെ നേരെ മേലെ തടിച്ച വയറിലെ, ഇത് മൂന്നും തടിച്ച വയർ, ഇത് മൂന്നും കനം കുറഞ്ഞ വയർ, ഈ തടിച്ച വയറിൽ നിന്ന് നേരെ അതിൻ്റെ പൾസ് നമ്മൾ സ്റ്റാർട്ടറിൻ്റെ ഒരു പോയിന്റിലേക്ക് കൊടുക്കുന്നു. ഇനി നമുക്ക് വേണ്ടത് സ്റ്റോപ്പ് പൾസാണ്. ഈ കീയിൻ്റെ ഇങ്ങേ അറ്റത്തു നിന്നുള്ള ഇതിൽ നിന്ന് ഒരു സ്റ്റോപ്പിംഗ് പൾസ് വരുന്നുണ്ട്, അത് നമ്മൾ നേരെ ഇവിടെ കൊണ്ട് കൊടുക്കുന്നു. എന്നിട്ട് ഇതിൻ്റെ മേലെ തടിച്ച വയറിൽ നിന്ന് ഈ സ്റ്റോപ്പിംഗ് പൾസ് ഇവിടെ കൊടുക്കുന്നു. അപ്പോൾ ഇത് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കീ ഓണാക്കുമ്പം നമ്മുടെ കീ വഴിയായിരിക്കും നമ്മളിത് കൊടുത്തേക്കുന്നത്. അപ്പം ബാറ്ററി നെഗറ്റീവ് പൾസ് വന്നിട്ടുണ്ടെങ്കിൽ ഈ റിലേ പിടിക്കും. അപ്പോൾ നമ്മൾ കീ ഓണാക്കുമ്പം ഇവിടെ സപ്ലൈ വരും. എന്നിട്ട് ഈ റിലേ പിടിച്ച് നമ്മുടെ സ്റ്റാർട്ടറിലോട്ട് ആ പൾസ് കൊടുക്കും. അപ്പം സ്റ്റാർട്ടിംഗ് മോട്ടർ വർക്ക് ചെയ്യും, എൻജിൻ സ്റ്റാർട്ടാവും. അപ്പോൾ നമ്മൾ റിലേ എന്തിനാണ് വെക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ സ്റ്റാർട്ടിംഗ് പൾസ്, സ്റ്റോപ്പിംഗ് പൾസ്, എന്ത് പൾസ് ആയിക്കോട്ടെ അതിന് പവർ കൂട്ടി കൊടുക്കുന്നതിനാണ്. അതായത് കുറച്ച് ലോങ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പം ഇവിടുന്ന് കീ തിരിക്കുമ്പോഴും ചിലപ്പം ആ പൾസ് 12 വോൾട്ട് എത്താതെ വീക്കായി പോകും. അതിന് നമ്മളിവിടെ കൊണ്ട് ഈ പൾസ് കൊടുക്കും. കുറച്ചുകൂടെ പവർ കൂട്ടി നമ്മൾ സ്റ്റാർട്ടിംഗ് മോട്ടറിനോ, അതായത് സ്റ്റോപ്പ് സോളിനോ ബൾബിനോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് കുറച്ച് നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജിന് കുറച്ച് പവർ ഇട്ട് കൊടുക്കാനാണ് നമ്മൾ റിലേ യൂസ് ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം ഇതിന് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.